തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായി ചെയ്യേണ്ടത് എന്തും വാങ്ങുന്നതിന് മുമ്പ് അത് അത്യാവശ്യമാണോ എന്ന് 2 തവണ ചിന്തിക്കുക. നാം വസ്ത്രവും വീട്ടുപകരണങ്ങളും മറ്റും വാങ്ങിക്കാറ് ഒരു തരം പെട്ടെന്നുള്ള തീരുമാനം കൊണ്ടാണ്. പലപ്പോഴും ടെക്സ്റ്റൈൽ ഷോപ്പ് നമ്മൾ സന്ദർശിച്ചാൽ ചെയ്യാറുള്ളത് അടുത്ത വിവാഹം എന്നാണ് ഉണ്ടാവുക, അതിനു വേണ്ടി വാങ്ങിക്കാനുള്ളൊരു വസ്ത്രം മുൻകൂട്ടി കണ്ടെത്തി നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. പലപ്പോഴും ചെയ്യാറുള്ളതാണ്. അതുപോലെ അതിലെല്ലാം നിയന്ത്രണം. നിങ്ങൾക്കൊക്കെ വീട്ടിനകത്ത് ധാരാളം ഉപകരണങ്ങളുണ്ട്. അതിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന പലതും കാണാം. അതും വില കൊടുത്ത് മേടിച്ചതാണ്. വില കൊടുത്ത് മേടിച്ച പലതും ഒരു പ്രത്യേക നിമിഷത്തിൽ നിർബന്ധമാണെന്ന് തോന്നിയതുകൊണ്ട് വാങ്ങിക്കുകയും ആ വാങ്ങിച്ചത് പലപ്പോഴും ഒരു ഉപയോഗമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നതുപോലെ തന്നെ നമുക്കൊക്കെ ധാരാളം വസ്ത്രങ്ങൾ പുരുഷന്മാർക്കാവട്ടെ സ്ത്രീകൾക്കാവട്ടെ ഉണ്ടാവും. വില കൊടുത്ത് വാങ്ങിയ വസ്ത്രങ്ങൾ, അതിൽ എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുമ്പോൾ അതുമേൽ കൈ ചെല്ലില്ല, അത് വേണ്ട എന്ന് തോന്നുന്നു, അത് ഉപയോഗിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. വില കൊടുത്ത് വാങ്ങിച്ച പലതും അങ്ങനെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു തോന്നൽ കൊണ്ട് വാങ്ങിച്ചതായതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യമായിരിക്കും. അങ്ങനെ പലതും പെട്ടെന്നുള്ള തീരുമാനം കൊണ്ട് നമ്മൾ ചെയ്തതുകൊണ്ട് ഉപയോഗശൂന്യമായി തീർന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് കൊണ്ട് തോന്നുക ഇതൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് വാങ്ങിച്ചു കഴിഞ്ഞതിന് തോന്നും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ പ്രവാസികളിലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം, ഒന്ന് ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ശേഷിക്ക് അനുസൃതമല്ലാത്ത ഭവന നിർമ്മാണം. പ്രത്യേകിച്ചും ഈ പ്രദേശങ്ങളിൽ എനിക്ക് പോയി കണ്ടപ്പോൾ, എനിക്കറിയുന്ന ചില സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ വീട് തന്നെ കണ്ടപ്പോൾ എന്നോട് അവർ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അറിയാതെ അങ്ങനെ ഒരു വീടുണ്ടാക്കിപ്പോയി, അതിൻ്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന്. മനാമ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം വീടുണ്ടാക്കിയപ്പോൾ വളരെ കൂടിപ്പോയി. ഇനി 20 വർഷം ഗൾഫിൽ ജോലി ചെയ്താൽ പോലും ബാങ്കിൽ നിന്നുള്ള എടുത്ത കടം അയാൾക്ക് തീർക്കുവാൻ സാധ്യമല്ല. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നമുക്ക് സംഭവിക്കാറുള്ളത് വിവാഹങ്ങൾക്ക് നടത്തുന്ന ചെലവുകൾ. വിവാഹങ്ങൾക്ക് അമിതമായി ചെലവാക്കുകയും ആ ചെലവ് ചെയ്യൽ ഒരു ആവശ്യമാണെന്നുള്ളൊരു മിഥ്യാധാരണ നമ്മളിൽ ഉണ്ടാവുകയും ആ ചെലവിന് വേണ്ടി കടമെടുത്ത് ചെലവാക്കുകയും ചെയ്യുന്ന എത്രയോ സഹോദരങ്ങൾ ഗൾഫിലുണ്ട്. അങ്ങനെയുള്ളവരുടെ ചെലവ് ചെയ്യുന്നതിനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മാതാപിതാക്കളും ഭാര്യയുമാണെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ സഹോദരികളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഓരോ വ്യക്തിയുടെയും സാമ്പത്തിക ശേഷിക്കനുസരിച്ചായിരിക്കണം വിവാഹങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ചെലവാക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിൽ മറ്റൊരു പ്രധാന കാര്യം, വിവാഹം കൊണ്ട് മാത്രം ചെലവുകൾ അവസാനിച്ചില്ല. വിവാഹാനന്തരം ഉണ്ടാവുന്ന പലവിധ വിരുന്നുകളും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി എത്രയോ ചെലവ് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ചും നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ നടക്കുന്ന ആ ദുഷ്പ്രവണത ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞാൽ ആ സഹോദരൻ്റെ കുടുംബാംഗങ്ങൾ കൂടി എല്ലാം ചേർന്ന് സദ്യകൾക്കും വിരുന്നുകൾക്കും മറ്റും ചെലവാക്കുന്ന സംഖ്യ അദ്ദേഹം വിവാഹത്തിന് വേണ്ടി ചെലവാക്കിയതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിലൊക്കെ നിയന്ത്രണം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള സമ്പത്ത് ഇന്ന് നമ്മൾ സൂക്ഷ്മതയോടുകൂടി ചെലവാക്കിയില്ലെങ്കിൽ നാളെ അത് ഇല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപക്ഷെ അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന സാഹചര്യമുണ്ട്, ഞാൻ ഇത്രയൊക്കെ തന്നിട്ടും നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഉത്തരം പറയാൻ പറ്റാത്തവരായി തീരും നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നതിൽ നിന്ന് എപ്പോഴും മിതത്വം പാലിച്ചുകൊണ്ട്, മിതത്വത്തിൻ്റെ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം നടത്തി ജീവിക്കുക. ഇത് നിഷ്പ്രയാസം സാധിക്കും. അതിന് വേണ്ടത് ഒരു കുടുംബ ബഡ്ജറ്റ് ഉണ്ടാക്കുക. കുടുംബ ബഡ്ജറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രവാസികളുടെ ഭാര്യമാരാണ്.
മാതാപിതാക്കളാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാ മാസവും വരുന്ന സംഖ്യയിൽ നിന്ന് 20% മാറ്റിവെക്കുവാൻ നമ്മളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം അവശേഷിക്കുന്ന സംഖ്യ എത്രയാണോ ആ സംഖ്യയിൽ ഒതുങ്ങുന്ന ഒരു ചെലവ് നമ്മൾ ഉണ്ടാക്കുക. ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ്. ഒക്ടോബർ മാസത്തിൽ നമുക്ക് എന്തൊക്കെ ചെലവ് വരുമെന്ന് നമുക്കറിയാം. കുട്ടികളുടെ ഫീസ്, ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളത്തിനുള്ള ചാർജ്, പാല്, ഇങ്ങനെ പല സ്കൂൾ ഫീസ്, ബസ്സിൻ്റെ ഫീസ്, ഇങ്ങനെയൊക്കെ പല ചെലവുകളുണ്ട്. ഈ ചെലവുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഏകദേശം നിശ്ചിതമായ ചില ചെലവുകളാണ്. മറ്റുള്ള ചെലവുകൾ വ്യത്യസ്തമായി കൊണ്ടിരിക്കും. പക്ഷെ ആ ചെലവുകളെ എനിക്കറിയാം. ഡീസലിൻ്റെ വില കൂടിയിരിക്കുകയാണ്, സാധനങ്ങളുടെ വില കൂടുന്നു. ഇതിനൊന്നും അനുസരിച്ച് ഗൾഫിലുള്ള നമ്മുടെ സഹോദരങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. ഭാഗ്യവശാൽ ഉറുപ്പികയുടെ മൂല്യം കുറഞ്ഞതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായി എന്നുള്ളത് നമുക്ക് വീണ് കിട്ടിയ അനുഗ്രഹമായി കാണണം. എന്നാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക. ആ ബഡ്ജറ്റിൽ ഒതുക്കുന്ന വിധത്തിൽ നമ്മൾ ചെലവ് ചെയ്യുക. നമ്മുടെ ചെലവുകളെ എത്രയാണോ നിങ്ങൾക്ക് 20% സമ്പാദിച്ചതിന് ശേഷം അവശേഷിക്കുന്നത് അതുകൊണ്ട് ഒതുക്കുന്ന ഒരു ജീവിത രീതി ഉണ്ടാക്കുക. ഗൾഫിലുള്ള നമ്മളുടെ സഹോദരനോട് ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് പറയണം ബഡ്ജറ്റ് ഉണ്ടാക്കുവാൻ. അവരും അവിടെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് അയച്ചു കൊടുക്കണം. ആ ഭർത്താവ് ആണ് ഈ സമ്പാദിക്കുന്ന വ്യക്തി. സമ്പാദിക്കുന്ന വ്യക്തി തീർച്ചയായും നമ്മുടെ ബഡ്ജറ്റ് അവലോകനം ചെയ്യേണ്ടതുണ്ട്. ആ അവലോകനം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകുവാനുണ്ടായിരിക്കും. ആ നിർദ്ദേശം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് ഒരു സാമ്പത്തിക അച്ചടക്കത്തോടു കൂടി ഒരു ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ തീർച്ചയായും കുടുംബ ബഡ്ജറ്റിനോടുകൂടി നമുക്ക് നമ്മുടെ ചെലവുകളെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചയ സംഖ്യ നിഷ്പ്രയാസം മാറ്റിവെക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം സ്ത്രീ ശക്തീകരണത്തിൽ കൂടെ പലതും ചെയ്യുവാൻ സാധിക്കും. കാര്യമായി പറയുകയാണെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾ, ധാരാളം വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ, ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ കാലത്ത് അന്വേഷിച്ചപ്പോൾ ഈ പ്രദേശത്തൊക്കെ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ്. ആ വിദ്യാഭ്യാസമുള്ളവരായി നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പലതും ചെയ്യുവാൻ സാധിക്കും. അഡീഷണൽ ഒരു ഇൻകം ഉണ്ടാക്കുവാൻ സാധിക്കും. ചെറിയതും വലിയതുമായ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളിൽ ഒരു നല്ല ടീച്ചറുണ്ട്, പഠിപ്പിക്കാനുള്ള അസാധാരണ കഴിവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അയൽക്കാരായ 4 കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ ചിലർക്ക് തയ്യൽ എന്ന് പറയുന്നത് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് അനുഭവിക്കുന്നവരുണ്ടായിരിക്കും. അവർക്ക് സ്വയം വസ്ത്രങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ അയൽക്കാരുടെ വസ്ത്രങ്ങൾ തയ്ച്ചു കൊടുത്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ വ്യത്യസ്തമായി അത്യാവശ്യം വലിയ വീടിൻ്റെ ചുറ്റുഭാഗവും അത്യാവശ്യം സ്ഥലങ്ങളുള്ളവരാണ്. കോഴി വളർത്തൽ നിങ്ങൾക്ക് നടത്താം, പശുവിനെ വളർത്താം. ഇതെല്ലാം ചെയ്യാവുന്ന വലിയ ചെലവൊന്നും ഇല്ലാതെ. പറമ്പ് മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുന്നു. അതേ സമയത്ത് ഓരോ വീട്ടിലൊരു പശു ഉണ്ടെങ്കിൽ ആ പുല്ല് മുഴുവൻ തിന്നുകയും ആ പുല്ലിനെ വളമാക്കി മാറ്റുകയും ചെയ്യുന്നത് നിങ്ങളെ പശുവായിരിക്കും. അതിനോടൊപ്പം ശുദ്ധമായ പാല് ലഭിക്കുകയും അതൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്യും. കമ്പ്യൂട്ടർ ലിറ്ററസിയുള്ള, കമ്പ്യൂട്ടർ അറിയാവുന്ന എത്രയോ സഹോദരികൾ ഇവിടെയുണ്ട്. അവർക്ക് വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി പോലുള്ളതിൽ ചെയ്തുകൊണ്ട് ദിവസം 350 മുതൽ 500 രൂപ വരെ പ്രതിദിന വരുമാനം ഉണ്ടാക്കുവാൻ സാധിക്കും. ഇവിടെയുള്ള ഈ ഓർഗനൈസ് ചെയ്തിട്ടുള്ള അരിയാട് മുസ്ലിം കൾച്ചറൽ സൊസൈറ്റി പോലുള്ളവർക്ക് അത്തരം സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ കാറ്ററിംഗ് ചെയ്യാവുന്നതാണ്. ഇന്ന് വീട്ടുവേലയ്ക്ക് ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് പോകുന്നത്. കേരളത്തിൽ നാനാഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം വേണ്ട പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ചിലർക്ക് പ്രത്യേക കഴിവുണ്ടാകും. അങ്ങനെ ഉള്ളവർക്ക് അതുണ്ടാക്കി വിൽക്കുവാൻ സാധിക്കും. എൻ്റെ എടപ്പാൾ എന്ന പ്രദേശത്ത് ഒരു ക്ലാസ് നടത്തിയപ്പോൾ അവിടെ സന്നിഹിതരായൊരു സ്ത്രീ 2 വർഷം മുമ്പാണ് ഇത് കേട്ടുകൊണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പ്രോഗ്രാം തുടങ്ങിയത്. 20ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു വന്നിരിക്കുകയാണ്. കാറ്ററിംഗ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന അത് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ തന്നെ ധാരാളം ഭൂമി ഇവിടെ എനിക്ക് കാണുവാൻ സാധിച്ചു. നമുക്കാവശ്യമുള്ള പച്ചക്കറികളും വൃക്ഷലതാദികളും വെച്ചുപിടിച്ചു ഫലങ്ങളും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നൊരു സാഹചര്യം നമുക്കുണ്ടാക്കുവാൻ സാധിക്കും. അങ്ങനെ
പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ഗൾഫിൽ പോവാതെ നാട്ടിൽ ജീവിക്കുന്ന ഭാര്യമാർക്ക് തീർച്ചയായും ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്ത്രീ സഹജമായ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ കേരള സർക്കാർ വളരെയധികം ആനുകൂല്യങ്ങൾ അതിന് നൽകുന്നുണ്ട്. ഇവിടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പ്രദേശത്തെ സ്ത്രീ ശാക്തീകരണം ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാന ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭർത്താവിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ഏതെങ്കിലും നിക്ഷേപമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഫിക്സഡ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ ഒരു നോമിനി ആയിരിക്കണം. നിങ്ങളെ നോമിനിയായിട്ട് കൊടുത്തിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ജനിച്ചവർക്ക് എപ്പോഴും മരണമുണ്ട്. അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് ആവുന്ന എത്രയോ അവസ്ഥകൾ ഞാൻ കാണുകയും അങ്ങനെയുള്ള അവസ്ഥകൾ അവരെ സഹായിച്ചു കൊടുക്കേണ്ട കർത്തവ്യം നിർവഹിക്കുകയും ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ നിക്ഷേപങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും അതിൽ നോമിനിയായിട്ട് നിങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. ഇന്ത്യയിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നോമിനേഷൻ കൊടുക്കാത്തത് കൊണ്ട് ബാങ്കുകളും ഇൻഷുറൻസിൽ നിന്നും മറ്റും ജനങ്ങൾക്ക് കിട്ടേണ്ട സംഖ്യ കിട്ടാതെ 22,000 കോടി ഉറുപ്പിക ഇന്ന് കെട്ടിക്കിടക്കുകയാണ്. 7 വർഷം അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. ഈ 22,000 കോടി ഉറുപ്പിക അധികം താമസിയാതെ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പോകും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കണം. വിദ്യാസമ്പന്നരായ സഹോദരികൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ളവർ ഭർത്താവിൻ്റെ എല്ലാ നിക്ഷേപങ്ങളെ പറ്റി മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർക്കായിരിക്കണം. ആ അക്കൗണ്ട് അവർക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ അതിന് കിട്ടേണ്ട ആദായം കിട്ടിയോ, മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടിയോ, ഓഹരിയാണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് കിട്ടിയോ, വസ്തു ഉണ്ടെങ്കിൽ അതിനെ കരമടച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യേണ്ട ചുമതല സ്ത്രീകൾക്കാണ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചെലവിനെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ചെലവ് നിയന്ത്രണ പട്ടിക എന്നാണ് അതിന് നാമം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ 1,000 ഉറുപ്പികയാണ് ചെലവ് ചെയ്യുന്നതെങ്കിലും, അല്ല 10,000 ഉറുപ്പികയാണ് ചെലവ് ചെയ്യുന്നതെങ്കിലും, എല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ കയ്യിൽ എപ്പോഴും, നിങ്ങളുടെ പുരുഷന്മാരാണെങ്കിൽ പോക്കറ്റിൽ, സ്ത്രീകളാണെങ്കിൽ വാനിറ്റി ബാഗിൽ ഒരു കടലാസ് ഉണ്ടായിരിക്കുക. നമ്മുടെ എല്ലാ ചെലവുകളും എഴുതി വെക്കുക. ആ എഴുതി വെച്ചതിന് ശേഷം എന്തിന് ചെലവ് ചെയ്തു, അതിനുശേഷം എത്ര എമൗണ്ട് ചെയ്തു എന്ന്, മൂന്നാമത്തെ ഡേറ്റ്, എന്തിന് ചെലവ് ചെയ്തു, എത്ര എമൗണ്ട് ചെലവ് ചെയ്തു. പിന്നത്തെ കോളത് അത് അത്യാവശ്യമുള്ള ചെലവാണെങ്കിൽ എന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അത് നോക്കിയിട്ട് അത്യാവശ്യമുള്ളതാണെങ്കിൽ ആ കോളത്തിൽ നമ്മൾ എഴുതുക. പിന്നത്തെ കോളത്തിൽ നാം ചെയ്ത ചെലവ് നിർബന്ധമില്ലാത്തതായിരുന്നെങ്കിൽ ആ കോളത്തിൽ എഴുതുക. ഓപ്ഷണൽ അല്ലെങ്കിൽ ഐച്ഛികമായത്. ചിലപ്പോൾ നമുക്ക് തോന്നും ആ ചെയ്ത ചെലവ് അനാവശ്യമായിരുന്നു എന്ന്. എങ്കിൽ അനാവശ്യമെന്നുള്ള കോളത്തിൽ, വേസ്റ്റ് എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ ചെലവുകളിലും ചിലത് വളരെ അത്യാവശ്യമുള്ളതായിരുന്നെങ്കിൽ, ചിലത് ഐച്ഛികവും നിർബന്ധമല്ലാത്തതായിരുന്നു, ചിലത് അനാവശ്യമായിരുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 10-15 ദിവസം തള്ളി നീക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനാവശ്യമായ ചെലവുകൾ ചെയ്യുമ്പോഴും നിർബന്ധമല്ലാത്ത ചെലവ് ചെയ്യുമ്പോഴും നമ്മളെ മനസ്സ് നമ്മളോട് പറയുന്നു, ഇത് ചെയ്യരുത്. അങ്ങനെ നമ്മളെ ചെലവുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ജീവിതത്തിൽ ശീലിക്കുകയും അതിന് ഫലം സിദ്ധിച്ചിട്ടുള്ളവരാണെന്ന് സഹോദരി സഹോദരന്മാർ ഓർക്കുക. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാറ്റിവെച്ച സംഖ്യ തീർച്ചയായും അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപമാക്കി മാറ്റണം. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പണം സൂക്ഷ്മമായി സൂക്ഷിക്കാനുള്ള സംവിധാനത്തെ, കയ്യിലിരുന്നാൽ ചെലവാകുന്നത് കൊണ്ട് ബാങ്കിൽ സൂക്ഷിക്കുക മാത്രം, അതിൽ നിന്ന് പലിശ എടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ബാങ്കിൽ വെക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിലോ മറ്റു കൊണ്ടുപോയി അവരെയും എല്ലാ മാസവും സമ്പാദിക്കുവാൻ വേണ്ടി ശീലിക്കുക. പലിശ വാങ്ങാൻ വേണ്ടിയല്ല എന്ന് ഞാൻ വീണ്ടും അടിവരായിട്ട് വരുന്നു. സമ്പാദിക്കുവാൻ ശീലിക്കുക. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവർ വളർന്നു വന്നാലും ചെലവിനെ നിയന്ത്രിക്കാനും സമ്പാദിക്കുവാനുള്ളൊരു ശീലം അവർക്കുണ്ടാവും. നമുക്കുണ്ടാവേണ്ടത്, ഇങ്ങനെ പണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് സ്വരൂപിച്ചു കഴിഞ്ഞാൽ അതിനെ നിക്ഷേപമാക്കി മാറ്റണം.
നിക്ഷേപം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന പണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന വിവിധ മാർഗങ്ങളിൽ പണം നിക്ഷേപിക്കുന്ന മാർഗത്തെയാണ് നിക്ഷേപം എന്ന് പറയുന്നത്. അത് പണം വളരുവാനുള്ളൊരു മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ഒരു നല്ല ജീവിതം നമുക്കുണ്ടാകുവാൻ വേണ്ടിയുള്ള ഐശ്വര്യങ്ങൾ സമ്പത്തിൽ നമുക്കുണ്ടാവുകയുള്ളൂ. ഉദാഹരണമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇന്ന് 12.5 ലക്ഷം ഉറുപ്പികയ്ക്ക് തീർക്കാവുന്നൊരു ചെറിയ വീട് 30 വർഷം കഴിഞ്ഞ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചാൽ 1,65,00,000 വേണ്ടി വരും. അങ്ങനെയുള്ളൊരു വീട് 30 വർഷം കഴിഞ്ഞാൽ ഉണ്ടാക്കുവാൻ. പണപ്പെരുപ്പത്തിൻ്റെ പരമായി ഇന്ന് വെറും 12 ലക്ഷം ഉറുപ്പികയ്ക്ക് ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു വീട് പണപ്പെരുപ്പം കാരണം 30 വർഷം കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് 1 കോടി ഉറുപ്പിക 65 ലക്ഷം രൂപ വേണം അത് നിർമ്മിക്കാൻ. അതേസമയം ഈ 12 ലക്ഷം ഉറുപ്പിക വിവിധ നിക്ഷേപ മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിരവധി നിക്ഷേപ മാർഗങ്ങൾ. ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല ഞാൻ പറയുന്നത്, പലിശ അല്ല ഞാൻ പറയുന്നത്. പല നിക്ഷേപ മാർഗങ്ങളിലും പല വിധത്തിലുള്ള ആദായമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന ആദായം ആരും തന്നെ ഗ്യാരണ്ടി പറയുന്ന ആദായങ്ങളല്ല. എങ്കിൽ തന്നെയും കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള ആദായങ്ങളുടെ കണക്ക് വെച്ചുകൊണ്ട് ചിലത് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ 12.5 ലക്ഷം ഉറുപ്പിക ഇപ്പോൾ ഇന്നു മുതൽ 30 വർഷത്തേക്ക് നിക്ഷേപമാക്കി മാറ്റുകയാണെങ്കിൽ കിട്ടുവാൻ പോകുന്നത് 3 കോടി ഉറുപ്പികയായിരിക്കും. അങ്ങനെ 3 കോടി ഉറുപ്പിക കിട്ടിക്കഴിഞ്ഞാൽ 1,65,00,000 ഉറുപ്പികയ്ക്ക് വീട് വെക്കുവാനും സാധിക്കും. അവശേഷിക്കുന്ന 1,35,00,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ അതുകൊണ്ട് അന്ന് ജീവിക്കാനുള്ളൊരു വകയും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത്. നമ്മൾ പണത്തിന് മൂല്യശോഷണം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അതിനോടൊപ്പം നമ്മളുടെ പണം നിക്ഷേപമാക്കി പറ്റിയാൽ മൂല്യശോഷണത്തെക്കാൾ കൂടുതൽ ആദായം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഇനി നിക്ഷേപങ്ങൾ പലതുമുണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടുള്ള നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ട്, ഓഹരി, ഇൻഷുറൻസ്, സ്വർണം, കൃഷി, ഭൂമി, കെട്ടിടം, കച്ചവടം, വ്യവസായം, ഇതെല്ലാമാണ് നിക്ഷേപ മാർഗം. ഏറ്റവും കുറഞ്ഞ സംഖ്യ കൊണ്ട് ചെയ്യാവുന്ന നിക്ഷേപ മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്.